കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതിയ ഗവർണർമാരെ നിയമിച്ചത്. 10 പുതിയ ഗവർണർമാരെ രാജസ്ഥാൻ, തെലങ്കാന, സിക്കിം, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മേഘാലയ, മഹാരാഷ്ട്ര, പഞ്ചാബ്, ചണ്ഡീഗഡ്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലേക്കാണ് നിയമിച്ചത്. ശനിയാഴ്ച രാത്രിയാണ് രാഷ്ട്രപതി ഭവൻ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. പുതിയ ഗവർണർമാർ ആരൊക്കെയെന്ന് നോക്കാം. അസം ഗവർണറായി നിയമിച്ചത് ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെയാണ്. മണിപ്പൂർ ഗവർണറുടെ അധിക ചുമതലയും അദ്ദേഹത്തിനുണ്ട്. അസം ഗവർണറായിരുന്ന ഗുലാബ് ചന്ദ് കത്താരിയെ പഞ്ചാബ് ഗവർണറായും ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്ററായും നിയമിച്ചു. ഇവിടെ ഗവർണറായിരുന്ന ബൻവാരിലാൽ പുരോഹിതിന്റെ രാജി സ്വീകരിച്ചതായും രാഷ്ട്രപതി ഭവൻ അറിയിച്ചു. ജാർഖണ്ഡ് ഗവർണർ CP രാധാകൃഷ്ണനാണ് പുതിയ മഹാരാഷ്ട്ര ഗവർണർ. ജിഷ്ണുദേവ് വർമ്മയാണ് പുതിയ തെലങ്കാന ഗവർണർ. ഓം പ്രകാശ് മാത്തൂറിനെ സിക്കിം ഗവർണറായും നിയമിച്ചു. മുൻ കേന്ദ്രമന്ത്രി സന്തോഷ് കുമാർ ഗാംഗ്വാറിനെ ജാർഖണ്ഡ് ഗവർണറായി നിയമിച്ചു. രമൺ ദേക്കെയാണ് പുതിയ ഛത്തീസ്ഗഡ് ഗവർണർ. രാജസ്ഥാനിലെ പുതിയ ഗവർണറായി HK ബാഗ്ഡെയെ നിയമിച്ചു. CH വിജയശങ്കറാണ് മേഘാലയ ഗവർണർ. അതേസമയം ഇതിൽ പുതുച്ചേരി ഗവർണറാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അതിവിശ്വസ്തനാണ്. മലയാളി കൂടിയായ K കൈലാഷ് നാഥിനാണ് പുതുച്ചേരിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ ചുമതല. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ ജനിച്ച K കൈലാഷ് നാഥൻ 1979 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ആനന്ദിബെൻ പാട്ടീൽ, വിജയ് രൂപാണി, ഭൂപേന്ദ്രഭായ് പട്ടേൽ എന്നിങ്ങനെ 4 മുഖ്യമന്ത്രിമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 10 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ഉത്തരവിറക്കി. BJPയുമായി ബന്ധമുള്ള പല മലയാളികളും ഗവർണർ ആകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ 3ാം മോദി സർക്കാരിന്റെ കാലത്തെ ആദ്യ ഗവർണർ നിയമനത്തിൽ കൈലാഷ് നാഥിന് മാത്രമാണ് മലയാളി എന്ന നിലയിൽ പരിഗണന കിട്ടിയത്. അതും ഗുജറാത്തിലെ ബന്ധത്തിന്റെ കരുത്തിലും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം കൈലാഷ് നാഥിന്റെ നിയമനമാണ്. ആനന്ദിബെൻ പാട്ടീൽ, വിജയ് രൂപാണി, ഭൂപേന്ദ്ര പാട്ടേൽ തുടങ്ങി നരേന്ദ്രമോദിക്ക് ശേഷം ഗുജറാത്ത് മുഖ്യമന്ത്രി കസേര പലരും അലങ്കരിച്ചു. എന്നാൽ ഗുജറാത്തിൽ കഴിഞ്ഞ മാസം വരെ മാറ്റമില്ലാതെ ഒരേ പദവി തന്നെ കൈകാര്യം ചെയ്ത ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തനെന്ന് അറിയപ്പെടുന്ന KK എന്ന ചുരുക്കപ്പേരുള്ള K കൈലാഷ് നാഥനാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പാട്ടേലിന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളുമായ കൈലാഷ് നാഥൻ വിരമിച്ചിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് അദ്ദേഹത്തിന് പുതിയ പദവിയും ലഭിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ ബ്യൂറോക്രാറ്റായി അറിയപ്പെടുന്നയാളാണ് കൈലാഷ് നാഥൻ. സൂറത്ത്, സുരേന്ദ്രനഗർ ജില്ലകളിലെ കളക്ടറായിരുന്നു അദ്ദേഹം. 1999 മുതൽ 2001 കാലയളവിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കമ്മീഷണറായും ജോലി ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിലെ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇദ്ദേഹം. മോദിയുടെ പ്രതിച്ഛായ നിർമ്മാണത്തിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് അവഗണിക്കാനാകില്ല എന്നാണ് വിലയിരുത്തൽ. ഗുജറാത്ത് കലാപശേഷം കൺസേൺ സിറ്റിസൺസ് ട്രൈബ്യൂണൽ മേധാവിയായിരുന്ന സുപ്രീം കോടതി മുൻ ജഡ്ജ് VK കൃഷ്ണയ്യരുമായി മോദിക്ക് കൂടിക്കാഴ്ച സാധ്യമാക്കിയത് കൈലാഷ് നാഥനായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റിന്റെ തലച്ചോറും ഈ മലയാളിയായിരുന്നു. ജനിച്ചത് കേരളത്തിലും വളർന്നത് തമിഴ്നാട്ടിലുമാണ്. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ബിരുദവും വെയിൽസ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. വടകരക്കാരനായ കൈലാഷ് നാഥൻ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന 2006 മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്. 2013 സർവീസിൽ നിന്ന് വിരമിച്ചെങ്കിലും 11 തവണയാണ് സർക്കാർ സർവീസ് നീട്ടി നൽകിയത്. 1991 മുതൽ 2001 കാലയളവിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കമ്മീഷണറായിരുന്നു. വികസന പദ്ധതികളുടെ എല്ലാം മേൽനോട്ടം വഹിച്ചതോടെ മോദിയുടെ വിശ്വസ്തനായും മാറി. 2014 മോദി പ്രധാനമന്ത്രിയായപ്പോൾ കൈലാഷ് നാഥിനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവരുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഗുജറാത്തിൽ തന്നെ തുടരുകയായിരുന്നു. പ്രധാനമന്ത്രിയായി 2014 ന്യൂഡൽഹിയിലേക്ക് കളം മാറിയ വേളയിൽ തന്റെ വിശ്വസ്തരായ നിരവധി ഉദ്യോഗസ്ഥരെ മോദി ഗുജറാത്തിൽ നിന്ന് കൂടെ കൊണ്ടുവന്നിരുന്നു. എങ്കിലും കൈലാഷ് നാഥിനെ മാത്രം ഗുജറാത്തിൽ തന്നെ നിർത്തുകയായിരുന്നു.